എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. ഈ കൊച്ചു കേരളത്തിലെ പാതിരാമണൽ എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും സുപരിചിതമാണ്. കോട്ടയം കുമരകത്തിനടുത്ത് മുഹമ്മ എന്ന പഞ്ചായത്തിലെ മനോഹരമായ ഒരു ദ്വീപാണ് പാതിരാമണൽ. വില്ലുമംഗല മഹർഷി സന്ധ്യാനമസ്കാരത്തിന് വേമ്പനാട്ടുകായലിലേക്ക് ഇറങ്ങുമ്പോൾ കായൽ വഴിമാറിക്കൊടുത്ത് രൂപം കൊണ്ടതാണ് ഈ ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നും ആളുകൾ അത് അത്ഭുതമായി കാണുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ പാതിരാമണൽ കാണാൻ വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്, ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ സ്വന്തം ജനം 400 സംവത്സരം ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ, ഫറവോൻ്റെ അടിമത്വത്തിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം മോശ മുഖാന്തരം അവിടെ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. അവരെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു വലിയ തടസ്സമുണ്ടായിരുന്നു. അത് ചെങ്കടലാണ്. ആ ചെങ്കടലിനെ എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിച്ചു നിന്ന ജനത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം അതിനെ രണ്ടായിട്ട് വിഭാഗിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കൊച്ചു കേരളത്തിനകത്തെ ഒരു ചെറിയ ദ്വീപ് നമ്മളിന്നും അത്ഭുതത്തോടെ വീക്ഷിക്കുന്നെങ്കിൽ, കർത്താവ് തമ്പുരാൻ അന്ന് 6 ലക്ഷത്തിലധികമുള്ള ആളുകളെ ഈ ചെങ്കടൽ കടത്തി ഇക്കരെ കൊണ്ടുവരാൻ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചെങ്കിൽ അതത്ര വലിയ അത്ഭുതമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, കർത്താവ് തടസ്സങ്ങൾക്കുള്ളിൽ നമുക്കുള്ള വഴി തെളിച്ചു തരുന്നവനാണ്. പ്രതിസന്ധികൾക്കുള്ളിൽ നമുക്കുള്ള വഴി വെട്ടിത്തരുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് വിശ്വസിക്കാം, ആ കർത്താവ് നമ്മുടെ തടസ്സങ്ങളെ മാറ്റട്ടെ. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും വിരാമമിടട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹവും ധന്യവുമേറിയ നല്ല നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് നൽകിയ ചിന്തയ്ക്കായി സ്തോത്രം. ചിലപ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മഹാത്ഭുതങ്ങളായി ഞങ്ങൾ വീക്ഷിക്കുമ്പോൾ, ദൈവമേ, നീ ചെയ്ത വലിയ അത്ഭുതങ്ങൾ ഞങ്ങൾ മറന്നുപോകുന്ന സാഹചര്യമുണ്ട്. എന്നാൽ കർത്താവേ, ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടലെന്ന വലിയ തടസ്സം രണ്ടായിട്ട് വിഭാഗിച്ച് നീക്കിക്കൊടുത്ത ദൈവമാണ് നീ എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ്. നീ ഞങ്ങളെ മാനിക്കുന്നത് കൊണ്ട് സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് ഈ തടസ്സങ്ങളെ മാറ്റിത്തരാൻ കർത്താവ് അവൻ ശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്നത്തെ പ്രഭാതവും ഞങ്ങൾ ആരംഭിക്കട്ടെ. കർത്താവേ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ.